ഇത് ചായ ചൂടുണ്ട് കേട്ടാ. നിങ്ങൾ ആ വെറുപായറ്റിൽ കുടിച്ചാലോ ഗുളിക കുടിച്ചാ? ഞാൻ കുടിച്ചേക്കുന്നടി. നിങ്ങൾക്ക് കണ്ണട വെക്കാതെ പത്രം വായിക്കാൻ കഴിയൂലല്ലേ? അടുത്ത കാഴ്ച നേർക്ക് കാണൂല ഏറ്റൊന്നും. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചിക്കാണ്ട് പരിശോധിച്ച് വെച്ചതാ. പക്ഷെ ദൂരക്കാഴ്ച എനിക്ക് ഭയങ്കര ക്ലിയറാ. പത്താവന്റെ കണ്ണിന് കാഴ്ചക്ക് ഒരു മങ്ങല് വരുന്നുണ്ട്. എൻ്റെ കതിയാൻ്റെ ആ വള എനിക്ക് കൈമുക്ക് നല്ല പാകാണില്ലേടി. രണ്ടാളും കജ്ജ് ഒരേ മണ്ണാണ്. താത്തയും കാക്കയും വന്നപ്പോഴേ നിങ്ങൾ പറഞ്ഞ മാതിരി ആ പണ്ടൊക്കെ ഞാൻ കൊടുത്തയച്ചിരിക്കണം കേട്ടോ. ആ പണ്ടൊക്കെ അത് കൊടുത്തയച്ചത് നന്നായി. എനിക്ക് പണ്ടത്തിന് പൂതി ഉണ്ടെങ്കിലേ നമുക്ക് ജ്വല്ലറി പോയെടുക്കാം. ഞാൻ നിങ്ങളോടെ ഒരു കാര്യം ചോദിച്ചാട്ടെ. നമ്മളെ കല്യാണക്കാരി മോനെ എപ്പോഴും നിങ്ങളോട് പറഞ്ഞത്? മോനും നമ്മളെ മരോളും കൂടിയും ചോറേച്ചിരുന്നപ്പോൾ പറഞ്ഞതാണ്. ഞാനത് കേട്ടപ്പോൾ തിരക്കടൊന്നുമില്ലാന്ന് പറഞ്ഞു. എന്നോട് നമ്മളെ കല്യാണക്കാര്യം ആരാദ്യം പറഞ്ഞത്? നമ്മളെ മോനെ നാളെ പെരിയിൽ വന്നിരുന്നു. അപ്പം എൻ്റെ ഉപ്പാനെ കൊണ്ട് നമ്മളെ കല്യാണക്കാര്യം ആലോചിച്ചാൽ നിങ്ങൾക്ക് താല്പര്യക്കുറവ് എന്തെങ്കിലും ചോദിച്ചു. ഞാൻ അപ്പം അതിനൊരു മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. കാക്കാരോട് ചോദിച്ചട്ടെ എന്ന് പറഞ്ഞു. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് അതേമാതിരിയായി ഇപ്പോ. നിങ്ങളിപ്പോ ആ പഴയ കഥയ്ക്ക് എടുക്കണല്ലേ? നമ്മളെ മോനാ കഥ ഒന്നും അറിയില്ലല്ലോ. മോനിതൊന്നും അറിയില്ല എന്നാ തോന്നുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം ഇവിടെ ഇരുന്നുകാണ്ട് ഞാൻ കുറേ ആലോചിച്ചേക്കണു. നമ്മളാ പഴയ ആടുകളൊക്കെ നോക്കിന കഥകള്. ഞാനേ പണ്ട് ആടിനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ആ മീൻകൊട്ടയിട്ടായി കൂടെ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ അന്നൊന്നും എന്നെ നോക്കിയെന്നില്ലേ? അത് എൻ്റെ കൂട്ടുകാരി അവിടെ വീട്ടിൽ ചെന്ന് ആങ്ങളാരോട് പറഞ്ഞിട്ട് മൈമുട്ടീൻ്റെ വകയ്ക്ക് നേരം വെളുക്കോളം വാതിലടച്ചിട്ട് എന്നെ തച്ചിങ്ങനെ. എനിക്കിപ്പോൾ ആ ഓർമ്മ ഇങ്ങനെ വരിക. അന്ന ആ കാട്ടീൻ്റെ പിറ്റേന്നേ എൻ്റെ ആങ്ങളെ മൈമുട്ടി അൽബിയും കൂടി എൻ്റെ അടുത്ത് വന്ന് എന്നെ പൊതിരെ കൈകാര്യം ചെയ്തേക്കുന്നു. പക്ഷേ ഞാനേ അന്ന് എന്നോടുള്ള സ്നേഹം കൊണ്ടേ മറുത്തൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ മീനേറ്റ് പോകുമ്പോഴേ എന്നെ കാണുമ്പോൾ ഒരു പാട്ട് പാടല്ലേ? അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഏതായാലും അതൊക്കെ ഞാൻ മറന്നേക്കണു. അത് എനിക്ക് വേണ്ടി 2 വരി ഞാൻ പാടിത്തരാം. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ ഒന്നും. ഞാൻ ഇത്തിരി ചോറ് എടുത്തോട്ടാ.